ഇതാണ് പെൻസിൽവാനിയ അവന്യൂ. ഇവിടെയാണ് വൈറ്റ് ഹൗസ് അവന്യൂ. ഇത് പ്രാവശ്യം ഇവിടെ വന്നതാണ്, പക്ഷെങ്കിൽ വഴി അത്രയ്ക്ക് ഷുവറല്ല. പെൻസിൽവാനിയ സിഗ്നല് കത്തിട്ട് വേണം ക്രോസ് ചെയ്യാൻ. ഇന്ന് മഴയുണ്ട്. ഇന്നലെ ഒരു ടൊർണാഡോൻ്റെ ഒരു വാണിയൊക്കെ വന്നു. ഇവിടെ കാലാവസ്ഥ പ്രവചനം എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. കാലാവസ്ഥ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇവിടെ സ്നോഫാൾ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അത് കറക്റ്റായിരിക്കും. അതിനനുസരിച്ച് അവിടെ ഡ്രസ്സിങ്ങും ചെയ്യുക. അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഓരോരുത്തർ ചിലപ്പോൾ ഡേ നല്ല സണ്ണി ആയിരിക്കും, ചിലപ്പോൾ പിറ്റേന്ന് നല്ല സ്നോ ഉള്ളതായിരിക്കും. അപ്പോൾ ഇവർ ആദ്യമേ കൊടുക്കും ഒരാഴ്ച കഴിഞ്ഞ് ഇന്ന ദിവസം, ഇന്ന് തേഴ്സ്ഡേ ഇവിടെ സ്നോഫാൾ ഉണ്ടാകും. അപ്പോൾ അതിനനുസരിച്ച് ആൾക്കാർ ഡ്രസ്സൊക്കെ ചെയ്ത് വരിക. ഇന്ന് കുറച്ച് മഴയുണ്ട്, ഞാൻ ഇതൊന്നും നോക്കിയില്ലായിരുന്നു. പിന്നെ ഇങ്ങനെ സ്ട്രീറ്റിൽ ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് എന്ന് പറഞ്ഞാൽ പ്രശ്നമല്ല. ബിൽഡിങ്സൊക്കെ എടുക്കുക, ആൾക്കാരെ മേത്ത് ഷൂട്ട് ചെയ്യേണ്ടതേ ഉള്ളൂ. വൈറ്റ് ഹൗസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര മറ്റേ ഈ ഇതുണ്ടല്ലോ, പഴയ മുഗൾ രാജാക്കന്മാരെ കൊട്ടാരവും ടോംബും ഈ പേർഷ്യൻ ഇവർ വന്നിട്ട് ഡിസൈൻ ചെയ്ത പോലത്തെ അത്രയും വലിയ സംഭവം ഒന്നുമല്ല. പക്ഷേ വൈറ്റ് ഹൗസ് എന്ന് പറഞ്ഞാൽ ഇവിടുന്നാണ് ലോകം ഭരിക്കപ്പെടുന്നത്. അതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ്. അല്ലാണ്ട് ഇതിൻ്റെ ബിൽഡിങ്ങിൻ്റെ ഭയങ്കര സംഭവം ഉള്ള ഇതൊന്നല്ല. പിന്നെ ഇത് വാഷിങ്ടൺ DC തന്നെയാണ്, ഇവരെ ക്യാപിറ്റൽ തന്നെയാണ്. ഇവിടെ 2 വാഷിങ്ടൺ ഉണ്ട് ഇവിടെ. ഒന്ന് വാഷിങ്ടൺ DC ഉണ്ട്, ഒന്ന് വാഷിങ്ടൺ ഉണ്ട്. അത് സ്റ്റേറ്റ്. ഇത് രണ്ടും തമ്മിൽ ഒരു ബന്ധമില്ല. വാഷിങ്ടൺ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ US-ൻ്റെ കാലിഫോർണിയൻ്റെ ഒക്കെ മേലെ വരും. അതായത് ഇതിപ്പോൾ ഈസ്റ്റ് കോസ്റ്റ്. വാഷിങ്ടൺ DC ഈസ്റ്റ് കോസ്റ്റും വാഷിങ്ടൺ സ്റ്റേറ്റ് വെസ്റ്റ് കോസ്റ്റ് ആയിട്ടാണ് വരിക. ഇപ്പം ഞാൻ എത്തിയത് ബാക്കിൽ ഒറ്റ മിനിറ്റ്. ഇതിപ്പോൾ ഇങ്ങനെ പോസ് ചെയ്യാം. ഇന്ന് നല്ല കാറ്റുള്ള ദിവസം. ഇന്നലെ ഒരു ടൊർണാഡോൻ്റെ ഒരു വാണിംഗ് ഉണ്ടായിരുന്നു രാത്രി 9:09 ഇവിടുത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ കാലാവസ്ഥ പ്രവചനമുണ്ട്. ഇവരെ മറ്റേ ഇതുണ്ടല്ലോ വെതർ ഫോർകാസ്റ്റ്, അത് കറക്റ്റായിരിക്കും. കറക്റ്റ് എന്ന് പറഞ്ഞാൽ 1.5% കറക്റ്റായിരിക്കും. അടിപൊളിയായിരിക്കും. അതെന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളത് പറഞ്ഞാൽ 2 പ്രാവശ്യം ഇതിൻ്റെ മുമ്പ് സ്നോഫാൾ ഉണ്ടാവും. സ്നോഫാൾ ഉള്ളപ്പോൾ മഞ്ഞ് വീഴ്ച ഒരാഴ്ച മുമ്പേ പ്രവചിക്കും. അതായത് ആ പർട്ടിക്കുലർ ഡേ ഉണ്ടാവും. അതായത് ഒരു വ്യാഴാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച ഹെവി സ്നോഫാൾ ഉണ്ടാവും എന്ന് ഒരാഴ്ച മുമ്പേ പ്രവചിക്കും. അന്നേ ദിവസം അത് കറക്റ്റ് ആയിരിക്കും. അത് കഴിഞ്ഞിട്ടുണ്ടാവില്ല, അതിൻ്റെ മുമ്പ് ഉണ്ടാവില്ല, ആ ദിവസം അത് കറക്റ്റ് ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഓരോ ദിവസം ഇന്നിപ്പോൾ എങ്ങനെയാണെങ്കിൽ നാളെ ഇപ്പോൾ ഒരു ടെമ്പറേച്ചർ ഒരു 10 ഡിഗ്രി അല്ലെങ്കിൽ ഒരു 8 ഡിഗ്രി ഒക്കെ ആണെങ്കിൽ അത് കറക്റ്റ് ആയിരിക്കും. അതിനനുസരിച്ചാണ് ഇവിടെ ആൾക്കാർ ഡ്രസ്സ് ചെയ്ത് വരിക. അപ്പോൾ കുറച്ച് തണുപ്പൊക്കെ ഉള്ളതാണെങ്കിൽ ജാക്കറ്റും ഇതൊക്കെ ഇട്ടിട്ട് ആണ് വരിക. അല്ലെങ്കിൽ കുറച്ച് തണുപ്പില്ലെങ്കിൽ അതിനനുസരിച്ചാണ് ഡ്രസ്സ് ചെയ്ത് വരിക. അത് ഇവിടുത്തെ ഒരു ഇതാണ്. അടിപൊളിയാണ്. കാലാവസ്ഥ പ്രവചനം എന്ന് പറഞ്ഞാൽ 1.5 പ്രവചനമാണ് ഇവിടെ. അടിപൊളി സംഭവമാണ്. ഇന്ന് കുറച്ച് കാറ്റുണ്ട്. ഇന്നിപ്പോൾ എന്താ സ്ഥിതി ഞാൻ നോക്കിയില്ല, വെറുതെ എന്നതാണ്. അപ്പോൾ ഇതാണ് പെൻസിൽവാനിയ അവന്യൂ. ഇവിടെയാണ് വൈറ്റ് ഹൗസ് സ്ഥിതി ചെയ്യുന്നത്. ഇത് വാഷിങ്ടൺ DC ആണ്. വാഷിങ്ടൺ എന്ന് പറഞ്ഞാൽ 2 വാഷിങ്ടൺ ഉണ്ട്. ഒന്ന് വാഷിങ്ടൺ സ്റ്റേറ്റ് ഉണ്ട്, വാഷിങ്ടൺ DC ഉണ്ട്. ഇതിപ്പോൾ വാഷിങ്ടൺ DC, അതായത് ഇവരെ ക്യാപിറ്റൽ. വാഷിങ്ടൺ DC വരുന്നതെന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ, ഇപ്പോൾ ഡൽഹി NCR എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ചെറിയൊരു സ്ഥലമാണ്. ഒരു സ്റ്റേറ്റിലും പെടാത്ത ഇവല്ലൊരു ഡൽഹിയൊക്കെ പോലെ തന്നെ, കേന്ദ്രഭരണ പ്രദേശം പോലെ തന്നെ NCR, ഡൽഹി NCR ഒക്കെ പോലെ തന്നെയാണ് വാഷിങ്ടൺ DC. വാഷിങ്ടൺ ഡിസ്ട്രിക്റ്റ് ഓഫ് കൊളംബിയ എന്നാണ് ഇതിവിടെ വരുന്നത്. പറഞ്ഞാൽ US-ൻ്റെ
ഈസ്റ്റ് കോസ്റ്റാണ്. അല്ലാണ്ട് വാഷിങ്ടൺ സ്റ്റേറ്റ് ഉണ്ട്, അതൊരു സ്റ്റേറ്റ് തന്നെയാണ് വലിയ. അത് കാലിഫോർണിയക്ക് മേലെ US ബെസ്റ്റ് കോസ്റ്റ്. ഇതാണ് ഇവിടെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഇവരെ ക്യാപിറ്റലാണ്. പക്ഷേ അങ്ങനത്തെ ഒരു തിരക്കോ ഇപ്പോൾ ഡൽഹിയൊക്കെ പോയാലെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കാണ്. ട്രാഫിക് എന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് ഏഷ്യയിലെ തന്നെ ഏറ്റവും ഹൈ ട്രാഫിക്കുള്ള സ്ഥലം ഒന്ന് ഡൽഹിയാണ്, പിന്നെ ബാംഗ്ലൂർ. ഇവിടെ അങ്ങനത്തെ ട്രാഫിക്കോ അല്ലേ നിങ്ങൾക്ക് വേണ്ടാണ്ട് ഇങ്ങനത്തെ ആൾക്കാരൊന്നും കാണൂല. വേണ്ടാണ്ട് ഇങ്ങനത്തെ പിന്നെ പോകുന്ന ആൾക്കാർ അല്ലെങ്കിൽ വേണ്ടാണ്ട് അരഞ്ഞിരിഞ്ഞ് നടക്കുന്ന ആൾക്കാർ, അങ്ങനത്തെ ആൾക്കാരൊന്നും നിങ്ങൾക്ക് ഇവിടെ കാണൂല. ഇതാണ് പിന്നെ ഇവര് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. ഇവിടെ സ്ട്രീറ്റ് സാധനം ഈവൻ ഇതൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആൾക്കാരുണ്ടാവും, ഗവൺമെൻറ്റിൻ്റെ ആൾക്കാർ വന്നിട്ട് കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കും. ഉണ്ടാക്കി വെക്കുന്നില്ല കാര്യം, മെയിൻറ്റെയിൻ ചെയ്ത് വെക്കും ഇവർ എല്ലാം അടിപൊളിയായിട്ട്. അതിന് ആൾക്കാരുണ്ട്, അതിന് ഇവർക്ക് ഫണ്ടിങ് ഉണ്ട്, അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കും. ഞാൻ ഒരിക്കലും ഇവിടെ വന്നതായിരുന്നു, പക്ഷേങ്കിൽ ഇത് തന്നെയാണോ വഴിയെന്ന് എനിക്കറിയില്ല. അതാണ് ലിങ്കൺ മെമ്മോറിയൽ അല്ല, വാഷിങ്ടൺ മെമ്മോറിയൽ. അത് ജോർജ് വാഷിങ്ടൻ്റെ പേരിൽ ഉണ്ടാക്കിയൊരു മെമ്മോറിയൽ. അത് ഇവിടുന്ന് DC-ന്ന് വാഷിങ്ടൺ DC-യിൽ ഏത് നോക്കിയാലും ഈ മെമ്മോറിയൽ കാണാൻ പറ്റും. വൈറ്റ് ഹൗസ് is the correct way to White House? Sorry? White House? പൊതുവിലൊരു കുറച്ച് തണുപ്പുണ്ട്, ഒരു ബാംഗ്ലൂരിനേക്കാളും കുറച്ചൊരു ലോ ആയിട്ടുള്ള കാലാവസ്ഥയാണ് ഓൺ ആൻ ആവറേജ്. പക്ഷെങ്കിൽ ഇവിടെ വന്നാൽ അത് പൊരുത്തപ്പെടും, അത്രേ ഉള്ളൂ. പിന്നെ പറഞ്ഞാൽ ഇവിടുത്തെ ഇപ്പോൾ കാലാവസ്ഥ ഫോർകാസ്റ്റ് സംഭവം എന്ന് പറഞ്ഞാൽ അടിപൊളി സംഭവമാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര സംഭവമാണ്. ഒരു സ്നോഫാളൊക്കെ ഉണ്ടെങ്കിൽ, മഞ്ഞ് വീഴ്ചയൊക്കെ ഉണ്ടെങ്കിൽ ഒരാഴ്ച മുമ്പേ പ്രഡിക്റ്റ് ചെയ്യും. അതായത് കറക്റ്റ് ഇന്ന ദിവസം മഞ്ഞ് വീഴ്ച ഉണ്ടാവും. അത് ലൈക്ലി ഉച്ചയ്ക്ക് ശേഷമോ അങ്ങനെയാണ്, അത് ആ ദിവസം മാത്രമേ ഉണ്ടാവും. കറക്റ്റായി എനിക്കിവിടെ വന്നിട്ട് 2 മഞ്ഞ് വീഴ്ച ഉണ്ടായിരുന്നു. 2 മഞ്ഞ് വീഴ്ച കറക്റ്റായിട്ട് ഇവർ പ്രഡിക്റ്റ് ചെയ്തു. അത് ഒരാഴ്ച മുമ്പേ ഇവർ പറയും. അപ്പം നമുക്ക് എന്താക്കാന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചില ട്രിപ്പ് അല്ലെങ്കിൽ ഇപ്പോൾ വാഷിങ്ടൺ DC-ലേക്ക് കുറേ ആൾക്കാർ വരിക ട്രിപ്പിന്, അപ്പോൾ അവർക്ക് പ്ലാൻ ചെയ്യുക. നല്ല തണുപ്പുണ്ട്, അതാണ് വോയിസ് കുറച്ച് തണുപ്പുണ്ട്. പിന്നെ അങ്ങനെ പ്രഡിക്റ്റ് ചെയ്യും. പിന്നെ അല്ലാണ്ട് തന്നെ ഓരോ ദിവസത്തെ ഉണ്ടാവും. ഓരോ ദിവസം ഇപ്പോൾ നാളെ ഇപ്പോൾ നല്ല ടെമ്പറേച്ചർ ആണെങ്കിൽ ഇപ്പോൾ ഒരു 18 ഡിഗ്രി 14 ഡിഗ്രി ഒക്കെ ആണെങ്കിൽ അവർ പറയും. അതിനനുസരിച്ചാണ് ഇവിടെ ആൾക്കാർ ഡ്രസ്സും ചെയ്യും. ഞാൻ പിന്നെ അത് മനസ്സിലാക്കി. ഞാനിപ്പോൾ ജാക്കറ്റൊക്കെ ഇട്ട് ഇറങ്ങുമ്പോൾ അന്നത്തെ ദിവസം വലിയ തണുപ്പൊന്നും ഉണ്ടായില്ല, പക്ഷെ എല്ലാവരും ഷോർട്ട്സും ടീഷർട്ടൊക്കെ ഇട്ടിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ പക്ഷേ ഇവരെങ്ങനെ ഇത് ആദ്യം അറിയുന്നത്, അതിനനുസരിച്ച് ഇത് നോക്കിയിട്ട് അവർ ഡ്രസ്സ് ചെയ്യുക. ഇവിടെ നല്ല തണുപ്പുള്ള ദിവസമാണെങ്കിൽ ഒരു ജാക്കറ്റും ഗ്ലൗസും എല്ലാ സാധനവും കൂടിയും ഒക്കെ ഇട്ടിട്ടാണ് ഇറങ്ങുക. അതാണ് ഇവിടുത്തെ ഒരു വില ഒരു പ്രത്യേകത. പിന്നെ ഇത് ഇവരെ ക്യാപിറ്റൽ തന്നെയാണ് DC, വാഷിങ്ടൺ DC. പക്ഷെങ്കിൽ ഇപ്പോൾ ഡൽഹി പോലത്തെ ഒരു തിരക്കോ ഒരു ട്രാഫിക്കൊന്നും ഇവിടെ ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ പിന്നെ ഇപ്പോൾ ഡൽഹിയിലൊക്കെ പോയാലെന്ന് പറഞ്ഞാൽ ട്രാഫിക് എനിക്കൊന്ന് ഏഷ്യയിലെ ഏറ്റവും വലിയ ട്രാഫിക്കാണ് തോന്നുന്നു, പിന്നെ ബാംഗ്ലൂരാണ് തോന്നുന്നു. അങ്ങനത്തെ ഒരു തിരക്കോ ട്രാഫിക്കോ വേണ്ടാണ്ട് അലഞ്ഞിരിഞ്ഞ് നിൽക്കുന്ന ആൾക്കാരോ അങ്ങനത്തെ ഒന്നും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റില്ല. പിന്നെ എല്ലാം വലിയ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതന്നെയാണ്. ഇപ്പോൾ പാർക്ക് പിന്നെ ഇപ്പോൾ ഇത് തന്നെ ഇത് കറക്റ്റ് മരത്തിൻ്റെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ താനേ സംഭവിക്കുന്നില്ല. ഇത് കറക്റ്റ് ഉണ്ടാക്കി വെക്കും, പക്ഷെങ്കിൽ ഇവരത് കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവന്ന സംഭവമാണ്. ഞാൻ ഒരിക്കലും വന്നതാണ് ഇങ്ങോട്ട്, ഞാൻ തോന്നുന്നു. ഒരിക്കലും വന്നതാണ്. അന്ന് വിസിറ്റേഴ്സ് അലൗഡായി. ഞാൻ അടുത്ത് പോയിട്ടൊക്കെ നമ്മൾ പോകുന്നത് പറഞ്ഞാൽ വൈറ്റ് ഹൗസിലേക്കാണ്. വൈറ്റ് ഹൗസിൽ ഞാൻ കഴിഞ്ഞ മാസം വന്നതായിരുന്നു. പക്ഷേങ്കിൽ ഞാൻ അന്ന് വന്നപ്പം വിസിറ്റേഴ്സ് അലൗഡായി. പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നത്
എല്ലോടല്ലാന്ന് തോന്നുന്നു. വൈറ്റ് ഹൗസ് ഓക്കെ. ഇതിൻ്റെ മുന്നിലൊരു പാർക്കുണ്ട്, വൈറ്റ് ഹൗസിൻ്റെ മുന്നിൽ. ആ പാർക്കിൽ എല്ലാവർക്കും എൻട്രി എലോഡായിരുന്നു. പക്ഷേ ഇപ്പം അത് എലോഡല്ല, സീംസ് ലൈക്ക് ദാറ്റ്. ഒരു മാസം മുമ്പ് എലോഡായിരുന്നു, എല്ലാവരും പോകായിരുന്നു. പക്ഷേ ഇപ്പം അത് പോകാൻ പറ്റില്ല. No. You go 2 blocks down, right? You're gonna see Constitution. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ബാക്കായിരുന്നു. ഇത് ഫ്രണ്ടിൽ ഇവിടെ എൻട്രൻസ് ഇല്ല, പക്ഷേ ബാക്ക് നമുക്ക് കറക്റ്റ് കാണാൻ പറ്റും. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഒരു ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വലിയ പണ്ടത്തെ മുഗൾ രാജാക്കന്മാർ പേർഷ്യന്ന് ആൾക്കാരെ കൊണ്ടുവന്ന് ചെത്തി മിനുക്കി ഉണ്ടാക്കിയ പോലത്തെ ബിൽഡിങ് പോലത്തെ അത്രയും കാണാൻ വലിയ സംഭവം ഒന്നുമില്ല. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഇവിടുന്നാണ് ലോകം ഭരിക്കപ്പെടുന്നത്, ഇവിടുന്നാണ്. അതാണ് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്. ഇതാണ് വൈറ്റ് ഹൗസ്. ഇതിൻ്റെ ഗേറ്റിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ കാണാം. ക്യാമറ എടുക്കുന്നതിൽ പ്രശ്നമുണ്ടോ എന്ന് അറിയില്ല. ഇവിടെ പോലീസൊക്കെ ഉണ്ട്. ഇതാണ് വൈറ്റ് ഹൗസ്. ചോദിച്ചു നോക്കട്ടെ, ആൾക്കാരൊക്കെ എടുക്കുന്നുണ്ട്. ബാക്കിൽ അത് കാണുന്നതാണ് ജോർജ് വാഷിങ്ടൺ മെമ്മോറിയൽ. ഈ ജോർജ് വാഷിങ്ടൻ്റെ പേരിൽ ഉണ്ടാക്കിയ മെമ്മോറിയലാണ്, മെമ്മോറിയൽ ബിൽഡിംഗ്. ഞാൻ വന്നത് ഇത് തന്നെയാണ്. ഓക്കെ, എനിക്ക് അവിടെ അഫ്ഗാനിസ്ഥാൻ്റെ കൊടിയൊക്കെ കാണാനും ഞാൻ വന്നത് ഇത് തന്നെയാണ്. പക്ഷേ ഓക്കെ, ഇതിൻ്റെ അപ്പുറത്ത് കടക്കാൻ സമ്മതിക്കില്ല. പക്ഷേ ഇവിടെ വന്നിട്ട് നമുക്ക് കാണാൻ പറ്റും. വൈറ്റ് ഹൗസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇപ്പോൾ വിചാരിക്കും ഭയങ്കര എന്താ പറയുക വലിയ സാധനമാണ്, അതിൽ കുറച്ച് ഇത്രയേ ഉള്ളൂ. ഇതാണ് സാധനം. ഇവിടെ എന്തല്ലോ പ്രതിഷേധവും എന്തെല്ലോ ഉണ്ട്. പ്രതിഷേധമല്ല, ഇതാണ് വൈറ്റ് ഹൗസ്. ഞങ്ങൾക്ക് അഫ്ഗാനിസ്ഥാൻ്റെ കൊടി കാണാം. US എവിടെ ഉണ്ടോ അവിടെയൊക്കെ അഫ്ഗാനിസ്ഥാൻ ഉണ്ടാകും. പണിയൊക്കെ നടക്കുന്നുണ്ട് തോന്നുന്നു. പിന്നെ US കൊടീൻ്റെ താഴെ വേറെന്തൊരു കൊടിയുണ്ട്. ഇതാണ് സംഭവം. നിങ്ങൾക്ക് ഇവിടെ വന്നാലിപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ വേറൊരു കാര്യം നോട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ പൊതുവെ ക്യാപിറ്റലാണ്. ഇവരെ ഏറ്റവും സെക്യൂരിറ്റി വേണ്ട സ്ഥലം എന്ന് പറഞ്ഞാൽ വൈറ്റ് ഹൗസാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ സെക്യൂർ ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ സെക്യൂരിറ്റി ഉള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ വാഷിങ്ടൺ DC ആണ്, ഇവരെ ക്യാപിറ്റൽ. ഡൽഹി NCR എന്നൊക്കെ പറയുന്ന പോലത്തെ പിന്നെ സ്ഥലം മാത്രം. അതൊരു കുറച്ച് കേന്ദ്രഭരണ പ്രദേശം എന്നൊക്കെ പറയില്ല, അതുപോലെ ഇവരെ ഫെഡറൽ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള സ്ഥലമാണിത്. ഇതിൻ്റെ അപ്പുറത്ത് പിന്നെ വേറെ സ്റ്റേറ്റൊക്കെ, വെർജീനിയ, പിന്നെ അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട്. ഇത് കുറച്ചൊരു റേഡിയസ്, എനിക്കൊന്നൊരു 10 കിലോമീറ്റർ റേഡിയസിലുള്ള ഒരു സ്ഥലമായിരിക്കും. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ സെക്യൂരിറ്റി ഉള്ളത്. പക്ഷേ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ ഏറ്റവും വലിയ ഞാൻ നോട്ട് ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് ഇപ്പോൾ വേറൊരു ക്യാപിറ്റൽ പോലെ ഇപ്പോൾ ഡൽഹിയിലൊക്കെ പോയാൽ ഡൽഹീൻ്റെ എന്ത് ഗവൺമെൻറ് ഓഫീസായിട്ട് അവിടെ ഇതിൻ്റെ ഇതുണ്ടാവുമല്ലോ, സെക്യൂരിറ്റി ഗാർഡ് ഉണ്ടാവും, CRPF അല്ലെങ്കിൽ അങ്ങനത്തെ ഉണ്ടാവും. ഏകദേശം ഒരു അർദ്ധസൈനിക ലെവലിലുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും, തോക്കൊക്കെ പിടിച്ചിട്ടുണ്ടാവും. ഇവിടെ ഞങ്ങൾക്ക് ഒരാളെയും കാണാൻ പറ്റില്ല. ഇവിടെ കൂടിപ്പോയ ഒരു പോലീസിൻ്റെ ഒരു വണ്ടി കാണുന്നല്ലാണ്ട് 2 പോലീസുകാരെയും കാണുന്നല്ലാണ്ട് ഒരു ആളെയും കാണാൻ പറ്റില്ല. കാരണം അത്രയും വലിയ കോൺഫിഡൻ്റ് ആണ് ഇവരെ സെക്യൂരിറ്റി. അങ്ങനത്തെ സെക്യൂരിറ്റി ഒന്നല്ല ഇവിടെ ഉണ്ടാക്കി. ഈവൻ ഈ DCൻ്റെ ഉള്ളിൽ നിന്ന് ചെയ്യുന്ന എന്ത് കോളായാലും, വാട്സപ്പോ അല്ലെങ്കിൽ ടെലിഗ്രാമോ കോളൊക്കെ ആയാലും അതൊക്കെ ചാനലിൽ കൂടെ അവർ പോകും, കടത്തി വിടും.
അതിലൊക്കെ എന്തെങ്കിലും ഒരു കീവേഡൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വലി ലിസ്റ്റ് പെടുത്തിയിട്ട് നോട്ട് ചെയ്യും. അത്രയും സെക്യൂറാണ്. പിന്നെ ഇവിടെ വന്നാരോ ഞാൻ പറഞ്ഞാൽ ഞാൻ എയർപോർട്ടിൽ എങ്ങനെ അവരെ സെക്യൂരിറ്റി നോക്കാൻ വേണ്ടിയിട്ട് നോക്കിയിരുന്നു. അപ്പോൾ വാർഡിന് വന്നതെന്ന് പറഞ്ഞാൽ കൊച്ചിയിൽ നിന്ന് എയർപോർട്ടിൽ നിന്ന് ഒരു ചെക്കിങ് ഉണ്ടായിരുന്നു. ഹാൻഡ് ബാഗും പിന്നെ നമ്മളെ ജാക്കറ്റ് ഇതൊക്കെ അയച്ചിട്ട് ഒരു ചെക്കിങ് ഉണ്ടായിരുന്നു. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഹമദ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ഇതേ സാധനം നമ്മളെ ഹാൻഡ് ബാഗും ഇതൊക്കെ ചെക്ക് ചെയ്യുക. അതിലെന്തെങ്കിലും ഇലക്ട്രോണിക് ഉണ്ടോ. ഇവിടെ വന്ന് ഇറങ്ങിയാരെന്ന് പറഞ്ഞാൽ ഒരു ചെക്കിങ്ങും ഇല്ല. ഞാൻ പ്രത്യേകം നോട്ട് ചെയ്തിരിക്കും. ഇവിടെ വന്നാരെന്ന് പറഞ്ഞാൽ ഇവർക്ക് ഒരു ചെക്കിങ്ങും വേണ്ട, ഒന്നും വേണ്ട, ഡയറക്റ്റ് ഇറങ്ങി അങ്ങ് പോവാം. കാരണം ഓല അത്രയും ആടുന്നേ എടുത്തിക്ക് ഇവരെ ഡീറ്റെയിൽസൊക്കെ ആടുന്നേ എടുക്കൂ. പിന്നെ ഇവിടെ വന്നാൽ ഇവിടെ ഒരു ചെക്കിങ്ങും ഇല്ലായിരുന്നു. ഇവിടുത്തെ എയർപോർട്ടുണ്ട്. ഇവിടെ അടുത്തുള്ള എയർപോർട്ട് എന്ന് പറഞ്ഞാൽ വെർജീനിയയിലാണ്. വെർജീനിയയിലുള്ള എയർപോർട്ടാണ് ഇവിടെ അടുത്തുള്ള DC-ൻ്റെ അടുത്തുള്ള എയർപോർട്ട്. അപ്പോൾ അവിടെ ഒരു ചെക്കിങ്ങും ഇല്ല. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് DC-യിൽ വന്നാലും നിങ്ങൾക്ക് DC എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ വാഷിങ്ടൺ DC എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ സെക്യൂരിറ്റി ഉള്ള സ്ഥലമാണ്, ഏറ്റവും പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള സ്ഥലമാണ്. പക്ഷേ അത് പുറത്ത് കാണില്ല, എല്ലാം ഉള്ളിൽ കൂടിയുള്ള കളിയാണ്. പിന്നെ അതാണ് ഇതിൻ്റെ ഒരു ഇത്. പിന്നെ നിങ്ങൾക്കൊരു ക്യാപിറ്റലിൻ്റെ എന്ന് പറഞ്ഞാൽ വളരെ ശാന്തമായിട്ടുള്ള ക്യാപിറ്റലാണ്. വേറെ ഏത് രാജ്യത്തിനേക്കാളും ഏറ്റവും ശാന്തമായിട്ടുള്ള ക്യാപിറ്റലാണ്. ഇപ്പോൾ ഡൽഹിയൊക്കെ നോക്കണം. ഡൽഹിയിലൊക്കെ പറഞ്ഞാൽ എത്ര ആൾക്കാരാണെന്നാ. ഇവിടെ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ട്രാഫിക്കോ ആൾക്കാരെയോ അങ്ങനെ ഒന്നും കാണാൻ പറ്റില്ല. പിന്നെ വില സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര സെക്യൂരിറ്റിയാണ്. പക്ഷെ അത് നമുക്ക് സാധാരണക്കാരന് ഒരു പട്ടാളക്കാരന് പോലും ഇവിടെ കാണാൻ പറ്റില്ല. അതാണ് ഇവർ അത്രയും കോൺഫിഡൻ്റ് ആണ് ഇവരെ സെക്യൂരിറ്റി. പിന്നെ അതുപോലെ അത് തന്നെ പിന്നെ ഇവിടെ DC-യിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇവരെ ഗവൺമെൻറ് സ്ഥാപനങ്ങളുണ്ട്. പിന്നെ വേൾഡ് ബാങ്കിൻ്റെ ആസ്ഥാനം ഒന്നും ഇവിടെ ഉണ്ട്. ആസ്ഥാനമല്ല, വേൾഡ് ബാങ്ക് ഒന്നും ഇവിടെ ഉണ്ട്. പിന്നെ UN എന്തെല്ലോ ബോഡീൻ്റെ ആസ്ഥാനമൊക്കെ ഇവിടെ ഉണ്ട് DC-യിൽ. പിന്നെ ഇതൊരു പാർക്കാണ്. ഇതിൻ്റെ മുന്നിൽ ഇതാണ് വൈറ്റ് ഹൗസ്. വൈറ്റ് ഹൗസിൻ്റെ ഫ്രണ്ടാണിത്. പക്ഷെങ്കിൽ ഇതൊരു പാർക്കാണ്. പാർക്കിൽ ആർക്കും വന്ന് കുത്തിരിക്കുക, അതുവരെ ആർക്കും പോവാം. പക്ഷെ ആരും ചെക്ക് ചെയ്യില്ല. ഈവൻ നിങ്ങൾക്ക് ആടെ ഒരു സെക്യൂരിറ്റി ഗാർഡോ ഒന്നുമില്ലല്ലോ, ആരെയും കാണാൻ പറ്റില്ല. അത് തന്നെയാണ് ഇവിടെ ഫുള്ള് DC-യിൽ ഫുള്ള് അങ്ങനെ തന്നെ. അങ്ങനത്തെ ഇത് വൈറ്റ് ഹൗസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും സെക്യൂരിറ്റി ഉള്ള സ്ഥലമാണ്. പക്ഷേ നിങ്ങൾക്ക് ആരും കാണാൻ പറ്റില്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അതേസമയം ഇപ്പോൾ ഡൽഹിയിൽ ഇപ്പോൾ പാർലമെൻറ്റ് മന്ദിരം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രസിഡൻറ്റിൻ്റെ വസതി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആടെയൊക്കെ ഇഷ്ടംമാതിരി സെക്യൂരിറ്റി ക്ലിയറൻസ് അത് ഇത് സന്ദർശകരെ പിന്നെ കയറ്റി വിടുന്നതിൽ നോക്കുന്ന ആൾക്കാർ, അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ടാവും, ഇഷ്ടംമാതിരി ഉണ്ടാവും. പക്ഷെ ഇവിടെ ഒന്നുമില്ല. അതാണ് ഇതിൻ്റെ ഇവലൊരു ഇത്. പിന്നെ ഇതാണ് ഇയാൾ ജോർജ് വാഷിങ്ടൺ. അമേരിക്കയും ബ്രിട്ടീഷ് UK ഇവരുമായിട്ട് യുദ്ധം ഉണ്ടായല്ലോ. അപ്പോൾ അതിൻ്റെ കമാൻഡർ ഇൻ ചീഫ് ഇയാളായിരുന്നു. അപ്പോൾ അങ്ങനെ യുദ്ധം ജയിക്കുക അമേരിക്ക എന്ന് പറഞ്ഞാൽ ഫുള്ള് അമേരിക്കൻ്റെ മെയിൻ എന്ന് പറഞ്ഞാൽ യുദ്ധം തന്നെയാണ് പരിപാടി. അമേരിക്ക ചെയ്ത എല്ലാ യുദ്ധവും ജയിച്ചിട്ടുള്ളൂ. നമുക്ക് പുറത്തുനിന്ന് അത് അമേരിക്ക തോറ്റുപോയി എന്നൊക്കെ തോന്നും. ചിലപ്പോൾ വിയറ്റ്നാമിൽ അമേരിക്ക തോറ്റുപോയി, ഇറാഖ് തോറ്റുപോയി എന്നൊക്കെ തോന്നും. പക്ഷേ ഇൻഫാക്റ്റ് അവസാനം നോക്കുകയാണെങ്കിൽ ജയം വരില്ല. ജയം തോൽവിയല്ല വല്ല യുദ്ധത്തിൽ ഏർപ്പെടുന്നവരോ വല്ല നോക്കുക, എത്ര ലാഭം കിട്ടുമെന്നായിരിക്കുക. അങ്ങനെ ഒരു രാജ്യം ചോദിക്കില്ല. എല്ലാ രാജ്യവും യുദ്ധത്തിൽ ഏർപ്പെടുമ്പോൾ ജയിക്കുകയോ തോക്കുകയോ എന്നാണ് നോക്കുക. പക്ഷെങ്കിൽ അമേരിക്ക യുദ്ധത്തിൽ ഏർപ്പെടുമ്പോൾ എത്ര ലാഭം കിട്ടുമെന്നാണ് ചോദിക്കുക. ഫസ്റ്റത്തെ ചോദ്യം. എൻ്റെ അടുത്ത് ഇത്ര കോടിയുണ്ട്, ഞാൻ യുദ്ധത്തിൽ ഇൻവെസ്റ്റ് ചെയ്യും, എനിക്ക് എത്ര കോടി കിട്ടും. അതാണ് അമേരിക്കേൻ്റെ ഇത്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ പെൻസിൽവാനിയ അവന്യൂയാണ്. പെൻസിൽവാനിയ അവന്യൂവിലാണ് വൈറ്റ് ഹൗസ് സ്ഥിതി ചെയ്യുന്നത്. ഇതൊരു നല്ലൊരു പാർക്കാണ്. ഇതുപോലെ തന്നെയാണ് ഇവർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. ഇതിപ്പോൾ ഉണ്ടാക്കിയിട്ടിട്ട് കാര്യമില്ല. നമ്മുടെ നാട്ടിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ട് ഫണ്ടൊക്കെ ചെയ്തിട്ട് ഉണ്ടാക്കിയിടും, പക്ഷേ മെയിൻറ്റെയിൻ ചെയ്യാൻ ആരും ഉണ്ടാവില്ല. മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇതാണ്. പക്ഷേങ്കിൽ
ഉണ്ടാക്കിയിട്ടല്ലേ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയത്, പക്ഷേ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയാൽ അടിപൊളിയായിരിക്കും. ഇപ്പോൾ ഓരോന്നായാലും ഞാൻ കാണല്ലോ ഇവിടുത്തെ സ്ട്രീറ്റിൻ്റെ ഒക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അമ്മാരത്തിൻ്റെ താഴെയുള്ള പുല്ല് അതൊക്കെ വെട്ടാനൊക്കെ ആൾക്കാർ റെഗുലറായിട്ട് വരും. 2 ആഴ്ച കൂടുമ്പോഴൊക്കെ വണ്ടിയിൽ വന്നിട്ട് വെട്ടി ക്ലീനാക്കി പോകും. വെറുതെ ഇങ്ങനെ ഇട്ടല്ല, അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് അത് അടിപൊളി ആയിട്ട്, അതാണ് ഈ വൃത്തി എന്ന് പറഞ്ഞത്. ഇവിടെ വന്നാൽ ഒരു സിറ്റിക്ക് വേണ്ട വൃത്തി എന്താണെന്ന് മനസ്സിലാവും. അന്നേരം നമുക്ക് മനസ്സിലാവും നമ്മളെ ഇന്ത്യയിലെ നഗരങ്ങൾ ഡൽഹി ആയാലും ബാംഗ്ലൂർ ആയാലും ഒക്കെ വൃത്തിഹീനമായിട്ടുള്ള സ്ഥലങ്ങളാണെന്ന് മനസ്സിലാവും. പിന്നെ അതുപോലെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതുപോലെ കൊടി എല്ലാ സ്ഥലത്തും ഇങ്ങനെ പ്രദർശിപ്പിക്കും. അതിപ്പോൾ വീടിൻ്റെ മുന്നിലായാലും പിന്നെ അല്ലെങ്കിൽ വേറെ പോലെ ഹോട്ടലിൻ്റെ മുന്നിലായാലും വെറുതെ ഇങ്ങനെ അതുപോലൊരു അതൊരു രാജ്യസ്നേഹത്തിൻ്റെ ഒക്കെ ഒരു ഭാഗമാണ്. കണ്ടോ, ഇതിപ്പോൾ ഇത് ഇത്രയൊക്കെ വണ്ടിയുള്ളൂ ഇവിടെ ട്രാഫിക് എന്നൊക്കെ പറഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളൂ. ഇവിടെ ക്യാപിറ്റലാണിത്, ലോകത്തെ ഏറ്റവും എന്താ പറയുക അമേരിക്കേൻ്റെ ക്യാപിറ്റലാണ്. പക്ഷേ ഇവിടുത്തെ ട്രാഫിക് എന്നൊക്കെ പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ട്രാഫിക് ബ്ലോക്കില്ല, ആൾക്കാരില്ല. നിങ്ങൾക്ക് ഇങ്ങനെ ഇപ്പോൾ കേരളത്തിലെ സാധാരണ ഒരു ടൗൺ ഉണ്ടല്ലോ, ഒരു ഗ്രാമീണ ടൗണ്, അതിനേക്കാളും എത്രയോ കുറവാണ് ഇവിടുത്തെ ട്രാഫിക്. എൻ്റെ നാട്ടിൽ എൻ്റെ ടൗണിൽ ഇതിനേക്കാളും 100 ഇരട്ടി ട്രാഫിക് ഉണ്ടാവും, ആൾക്കാരുണ്ടാവും. പക്ഷേ ഇതുപോലെ അമേരിക്കേൻ്റെ ക്യാപിറ്റൽ ഇങ്ങനെയാണ്. ഇതാണ് ഏറ്റവും എന്താ പറയുക ഈ ഒരു നാട്ടിലൊക്കെ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇതാണ്. എന്നെ സംബന്ധിച്ച് ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. പിന്നെ ഇവരെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. സിസ്റ്റം ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു സ്വിച്ച് പോലും നിങ്ങൾ എടുത്താൽ മതി. സ്വിച്ച് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ സാധാരണ ലോകത്ത് എല്ലാ സ്ഥലത്തും സ്വിച്ച് താഴോട്ടാണ് ഓണാക്കുക, പക്ഷേ US-ലെ സ്വിച്ച് മേലോട്ടാണ് ഓണാക്കുക. കാരണം എന്താ പറഞ്ഞാൽ എനർജി ലാഭിക്കാൻ ഏറ്റവും ഈസി ആയിട്ടുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ഓഫാക്കലാണല്ലോ. അപ്പോൾ എന്തേ ഒരു ബൾബോ എന്തേ ഒരു സാധനമൊക്കെ ഓഫാക്കുന്നതാണ് ഈസി ആയിട്ട് നടക്കേണ്ട കാര്യം ഓണാക്കുന്നതിനേക്കാളും. അപ്പോൾ ഇവിടുത്തെ സ്വിച്ചൊക്കെ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് വേ ആണ്. അതൊക്കെ അടിപൊളിയായിട്ട് അതിനൊക്കെ നോക്കാനൊക്കെ ആൾക്കാരുണ്ട്. അതിനൊക്കെ ആലോചിച്ചിട്ട് നമ്മളെ രാജ്യത്തെ സ്വിച്ച് ഇങ്ങനെയായിരിക്കണം, ഓപ്പോസിറ്റ്. അപ്പോൾ അത് പാസ്സാക്കാം. അപ്പോൾ എല്ലാ ബിൽഡിങ്ങിലും അങ്ങനെ ഉണ്ടെങ്കിൽ ഇവർ പെർമിറ്റ് കൊടുക്കും ബിൽഡിങ്ങിനൊക്കെ. അല്ലാണ്ടിപ്പോൾ പിന്നെ അതൊക്കെ ഉണ്ട്. അതൊക്കെ ഇന്ത്യയിലൊക്കെ വരാൻ എത്ര കാലം പിടിക്കൂ? 20 കൊല്ലമൊക്കെ കഴിയും. എന്ന് വെച്ചാൽ അവിടെയൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് അത് പ്രൂവൺ ആയിട്ട് അതൊരു ലോകത്ത് മുഴുവനുള്ളൊരു ട്രെൻഡ് എന്നുള്ള രീതിയിലൊക്കെ വന്നാൽ ഇന്ത്യയിൽ അങ്ങനെ വരും. പക്ഷേ ഇവിടെ ആദ്യം കാലയെ കൂട്ടി ചിന്തിച്ചിട്ട് ചെയ്യാനൊക്കെ ആൾക്കാരുണ്ട്. അതാണ് ഇവരെ സിസ്റ്റം അടിപൊളിയാണെന്ന് പറഞ്ഞാൽ. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം നോക്കേണ്ടത് പറഞ്ഞാൽ ഇവിടെ എല്ലാ ബിൽഡിങ്ങിനും നമ്പർ ഉണ്ടാവും. ഇപ്പോൾ പേരുണ്ടാവും ഓരോ. ഇപ്പോൾ പീടിയായാലും കമ്പനി ആയാലും ഈവൻ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്തായാലും ഇവിടെ എന്ന് പറഞ്ഞാൽ പിന്നെ ഇതപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാം 888 എന്ന് പറഞ്ഞ നമ്പർ. ആ നമ്പർ ഉണ്ടാവും. ആ നമ്പർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളെ നാട്ടിലെ കെട്ടിട നമ്പർ ഉണ്ടല്ലോ, അതുപോലെയാണ്. അപ്പോൾ നമുക്ക് മാപ്പിലൊക്കെ ഇതാണ് അഡ്രസ്സ് കൊടുക്കുക. പേരുണ്ടാവില്ല, പേര് ചിലപ്പോൾ വെക്കും. ഇപ്പോൾ റൊണാൾഡ് റീഗൻ, പിന്നെ പ്രസിഡൻറ്റ് ഫൗണ്ടേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ് ഇതിൻ്റെ പേര്. പക്ഷെ അതുണ്ടാവണമെന്നില്ല. അഡ്രസ്സ് തരുമ്പോൾ 888 പെൻസിൽവാനിയ അവന്യൂ അങ്ങനെ ഇതൊക്കെ തന്നാലും കറക്റ്റായിട്ട് ട്രാക്ക് ചെയ്തിട്ട് ഇവിടെ വരാൻ പറ്റും. നമ്പറാകുമ്പോൾ വേറെയും പല ഉപകാരമുണ്ട്. ഇപ്പോൾ ഗൂഗിൾ മാപ്പിലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്പർ അടിക്കുമ്പോൾ അതിൽ കൺഫ്യൂഷൻ വരില്ല. പേര് എന്താ പറയുക, ഇപ്പോൾ പല പേരിലും ഒരേ സ്ഥാപനം ഉണ്ടാവുമല്ലോ, അപ്പം നമുക്ക് കൺഫ്യൂഷൻ വരില്ല. കറക്റ്റ് നമ്പർ കൊടുക്കുമ്പോൾ അത് തന്നെയായിരിക്കും. അപ്പം അങ്ങനെയൊക്കെയുള്ള ഗുണമുണ്ട്. അതൊരു വലിയൊരു സംഭവമാണ് ഇവിടുത്തെ. പിന്നെ US-ൻ്റെ ഇപ്പോൾ വാഷിങ്ടൺ DC-യിലൊക്കെ നിൽക്കുമ്പോൾ പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ ജീവിക്കുന്ന എല്ലാവരും അണ്ടർ ട്രാക്കിംഗ് ആണ്. അതുപോലെ ഈ CIA അല്ലെ നാഷണൽ സെക്യൂരിറ്റി മറ്റേ സാധനം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, അതുപോലെ സെക്യൂരിറ്റി ട്രാക്കിങ് ഇതിൻ്റെ അണ്ടറിലാണ്. ഈവൻ ഞാൻ താമസിക്കുന്നതെന്ന് പറഞ്ഞാൽ വൈറ്റ് ഹൗസിൻ്റെ 600 മീറ്ററിൻ്റെ ഉള്ളിലാണ് ഞാൻ താമസിക്കുന്നത്. 600 മീറ്റർ
അപ്പോൾ ഈ 600 മീറ്ററിൻ്റെ ഉള്ളിൽ ഇപ്പം ഞാൻ ഇന്ത്യയിലേക്ക് ചെയ്യുന്ന കോളുകൾ, വാട്സപ്പ് കോളുകൾ, വീഡിയോ കോള്, അതൊക്കെ അവർ പ്രോസസ്സ് ചെയ്തിട്ട് ഇവരെ വിടും. അതിപ്പോൾ എന്ത് സെക്യൂരിറ്റി, ഇപ്പോൾ വാട്സപ്പ് വലിയ പ്രൈവസിയും അല്ലെ ടെലിഗ്രാം ഭയങ്കര പ്രൈവസി ഇതൊക്കെ പറഞ്ഞാലും ഇവിടെ ആകുമ്പോൾ ഇവരെ ട്രാക്കിങ്ങിൽ അനുസരിച്ച് ഇത് നടക്കും. CA ഇപ്പോൾ ഇവിടെ ഇപ്പോൾ പ്രസിഡൻറ്റും മറ്റേ സാധനവും ഇതൊക്കെ ഗവൺമെൻറ്റൊക്കെ മാറി വന്നാലും ഇവിടെ US-ൻ്റെ ഒരു നട്ടലായിട്ട് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഫങ്ഷണൽ ബോഡി ഉണ്ട് CIA അതിൻ്റെ അനുബന്ധമായിട്ടുള്ള ചില കാര്യങ്ങളും ഓലാണ് തീരുമാനിക്കാറ്. ഇപ്പോൾ ഈവൺ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ US യുദ്ധത്തിൽ ഏർപ്പെടുമ്പോൾ എന്ന് പറഞ്ഞാൽ ജയിക്കുകയോ തോക്കുകയോ എന്നല്ല, എത്ര ലാഭം കിട്ടും നോക്കിയിട്ടാണ് ഏർപ്പെടാന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതിന് ഇപ്പോൾ ഈവൺ ഇവരെ യുദ്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് ഇവർ അത് ഡിസൈൻ ചെയ്യും യുദ്ധം. ഇപ്പോൾ ഈവൺ ഇവിടുത്തെ അമേരിക്കൻ സിവിൽ വാർ ഉണ്ട്, അത് ഇവിടുത്തെ ഒരു ബൂസൽ ആൻഡ് ഹാമിൽട്ടൺ എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി ഉണ്ട്. ആ കമ്പനി ഡിസൈൻ ചെയ്താൽ യുദ്ധം ഡിസൈൻ ചെയ്യും. ഇപ്പോൾ ഈവൺ ഇറാഖിൽ ഇവർ ഫോഴ്സിനെ അയക്കുന്നതിന് മുമ്പ് ഇവരെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഈ മറ്റേ ഇതല്ല, ഏതൊക്കെ ട്രൂപ്പ് ഏതൊക്കെ രീതിയിൽ മൂവ് ചെയ്യണം, അല്ലേ ഏത് ഇപ്പോൾ ഏടെ കയറി അടിക്കണം, അങ്ങനെയല്ല. അത് മിലിറ്ററി ഡിസൈൻ, അത് വേറെ ഉണ്ട്. പക്ഷെ അല്ലാണ്ട് ഇവരെ ഡിസൈൻ ചെയ്യും, എങ്ങനെയാണ് നമ്മൾ ഇറങ്ങിയാൽ എങ്ങനെ ഇതിൽ നിന്ന് ഏത് ദിവസം നമ്മൾ ഊരണം, എങ്ങനെയായിരിക്കണം അത് ഊരുന്നത്, എങ്ങനെയായിരിക്കണം അതിൻ്റെ മാനിപ്പുലേഷൻ എല്ലാം ഇവർ ഡിസൈൻ ചെയ്യും. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഇവരെ CIA ഒക്കെ ആയിട്ടുള്ള മെയിനായിട്ട് വർക്ക് ചെയ്യുന്ന കമ്പനി എന്ന് പറഞ്ഞാൽ ബൂസൽ ആൻഡ് ഹാമിൽട്ടൺ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനി. മറ്റേ സ്നോഡനൊക്കെ ആയില്ലായിരുന്നു വർക്ക് ചെയ്ത്. സ്നോഡൻ അതിൽ നിന്നാണ് വിവരങ്ങളൊക്കെ ലീക്കാക്കി കൊടുത്ത്. അങ്ങനെ ആരും ലീക്കാവില്ല, ആരും ആകെ സ്നോഡൻ ആ പാലം വലിച്ചിട്ടുള്ളൂ, വേറെ ആരും അങ്ങനെ പാലം വലിക്കാൻ നിൽക്കലില്ല, അതിന് ധൈര്യപ്പെടലുമില്ല. CA ആയിട്ട് ഇങ്ങനെ ക്ലോസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന കമ്പനിയാണ്. അപ്പോൾ ഓലാണ് എല്ലാ യുദ്ധവും ഡിസൈൻ ചെയ്യും. ഇപ്പോൾ ഇറാഖ് യുദ്ധം പോലും ഡിസൈൻ ചെയ്തിട്ടേ ഇവർ ഇറങ്ങും. വേൾഡ് വാറിൽ ഇറങ്ങിയതെന്ന് പറഞ്ഞാൽ ഡിസൈൻ ചെയ്തിട്ട് എത്ര ലാഭം കിട്ടും, എങ്ങനെ പിൻവലിക്കണോ, എന്ന് പിൻവലിക്കണോ, എന്തായിരിക്കണോ നമ്മൾ പിൻവലിച്ചതിൻ്റെ കാരണം ഒന്ന് വിശ്വസിപ്പിക്കുക, എല്ലാം എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് കംപ്ലീറ്റ് ഡിസൈൻ ചെയ്തിട്ടേ ഇവർ ഇറങ്ങും. ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, എൻ്റെ ക്ലാസ്സിൽ തന്നെ എൻ്റെ ഫ്രണ്ടാണ്. US സായിപ്പാണ്. US ആർമിയിൽ വർക്ക് ചെയ്തതാണ്. US ആർമിയിൽ 4 കൊല്ലം വർക്ക് ചെയ്തതാണ്. 4 കൊല്ലം എവിടെയെന്ന് പറഞ്ഞാൽ ഇവിടെ ഇറാഖിൽ അതിന് വേണ്ട ഡിപ്ലോയ്മെൻറ്റ്, ബാഗ്ദാദിലും നജാഫിലും. ഇറാഖ് യുദ്ധത്തിൽ ഉള്ള ചങ്ങായി 4 കൊല്ലം വർക്ക് ചെയ്ത്, എന്നിട്ടത് 2014 തോന്നുന്നത് ഇറാഖിൽ നിന്ന് US ട്രൂപ്പ് കംപ്ലീറ്റ് ആയിട്ട് പിൻവലിച്ചു. പക്ഷേങ്കിൽ 2013 ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് ഇവനെ പിൻവലിച്ച് ഇവൻ പിന്നെ അത് വർക്ക് ചെയ്തിട്ടില്ല. ഇവൻ ഇപ്പോൾ സ്റ്റില്ലുണ്ടോയെന്നറിയില്ല. പക്ഷെ അതിൽ ഇറാഖ് യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുള്ള സൈനികരൊക്കെ എന്താ പറഞ്ഞാൽ അധികം പിന്നെ അവിടെ ഡിപ്ലോയ്മെൻറ്റ് പോയിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ അവൻ പിന്നെ എന്നിട്ട് പോയെന്ന് പറഞ്ഞാൽ ആർമിയിൽ നിന്ന് 4 കൊല്ലം ആർമിയിൽ, പിന്നെ 4 കൊല്ലം ആർമിയിൽ സർവ് ചെയ്ത് ഇറാഖിൽ ബാഗ്ദാദിൽ നജാഫിൽ എന്നോട് പറഞ്ഞു. അപ്പോൾ എന്നിട്ട് പിന്നെ നേരെ പോയെന്ന് പറഞ്ഞാൽ ന്യൂയോർക്കിലൊരു ഐവി ലീഗ് യൂണിവേഴ്സിറ്റി ഉണ്ട്, എന്താ കൊളംബിയൻ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ഓഫ് എന്തോ സംഭവം എന്ന് പറഞ്ഞിട്ട് ഐവി ലീഗ് യൂണിവേഴ്സിറ്റി. അപ്പോൾ അവിടെ പഠിക്കാൻ പോയെന്ന് പറഞ്ഞാൽ BA ഈസ്റ്റ് ഏഷ്യൻ ലിറ്ററേച്ചർ എന്ന് വെച്ചാൽ ചൈനീസ് ലാംഗ്വേജ്, മണ്ടാരിൻ, ഇതൊക്കെ പഠിക്കാനാവും പോയത്. 3 കൊല്ലം പഠിച്ച് പിന്നെ ഇപ്പം എൻ്റെ കൂടെ ഉണ്ട്. അവൻ ആലോചിക്കണോ, ഓൻ US ആർമിയിൽ 4 കൊല്ലം വർക്ക് ചെയ്ത്, എന്നിട്ട് ഇവൻ പഠിക്കാൻ പോയെന്ന് പറഞ്ഞാൽ ചൈനീസ്, മണ്ടാരിന്, ജപ്പനീസ്, വിയറ്റ്നാമീസ് ഇതൊക്കെ പഠിക്കാനാണ് പോയത്. അതെന്ന് പറഞ്ഞാൽ അതാണ് ഇവരുടെ ഇത്. ഇപ്പോൾ ബൂസൽ ഹാമിൽട്ടനൊക്കെ ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ ഇട്ടാൽ ഇവർക്ക് നല്ല ഹാക്കേഴ്സോ പ്രോഗ്രാമേഴ്സോ ഡാറ്റാ സയൻറ്റിസ്റ്റിനൊക്കെ അല്ല അവർക്ക് ആവശ്യം. അതിൻ്റെ കൂടെ തന്നെ അവർ പറയും ലാംഗ്വേജ് റിക്വയർമെൻറ്റ്, മണ്ടാരിൻ, ചൈനീസ്, വിയറ്റ്നാമീസ്, ജപ്പനീസ്, ഹിന്ദിയൊക്കെ ഇതാണ്. അപ്പോൾ അതൊക്കെയാണ് അതാണ് ഇവനെ അടുത്തത്. ഇപ്പോൾ ഇവനെ ലൈക്ക് അറിയാലോ, ഇപ്പോൾ ആർമിയിൽ വർക്ക് ചെയ്ത് ചൈനീസ് പഠിച്ച് ഇപ്പം ഇവിടെ ഉണ്ട്. അപ്പോൾ അവൻ്റെ പ്രൊഫൈൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ.
അപ്പോൾ അങ്ങനെയാണ് ഇവിടെ എല്ലാം വർക്ക് ചെയ്യുന്നത്. ഈവൺ ഇപ്പോൾ ഇറാഖ് യുദ്ധം കഴിഞ്ഞിട്ട് വന്ന പ്രസിഡൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബ്ലാക്ക് പ്രസിഡൻ്റാണ്. അതൊന്നും ഒരു ബ്ലാക്ക് പ്രസിഡൻ്റ് വന്ന് പിന്നെ അയാൾക്ക് തന്നെ നോബൽ സമ്മാനം കൊടുത്ത്. അയാൾക്ക് തന്നെ എന്തിനാ യുദ്ധം അവസാനിപ്പിച്ച്? ആരാ യുദ്ധം തുടങ്ങി? അമേരിക്ക. ആരാ അവസാനിപ്പിച്ച്? അമേരിക്കൻ പ്രസിഡന്റ്. അയാളെ പിടിച്ച് നോബൽ സമ്മാനം കൊടുത്ത്. അങ്ങനെയാണ് ഇതിൽ പാവക്കറ കഴുകിക്കളഞ്ഞ്. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പിന്നെ ഇങ്ങനെ സംഭവിച്ചു പോയതാണെന്നൊക്കെ വിശ്വസിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതാണ് പറഞ്ഞത്, ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ പ്രസിഡൻറ്റും മറ്റേതൊക്കെ ആൾക്കാർക്ക് വരും, പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഒരു ഫങ്ഷനിങ് ഏജൻസി ഉണ്ട്. ഓലാണ് എല്ലാം തീരുമാനിക്കും. ഇപ്പോൾ ഇന്ത്യക്കും അങ്ങനെ ഉണ്ട്, ഇന്ത്യക്കുണ്ട്. പക്ഷെ ഇന്ത്യ അത് ഓരോ വലിയ ഇതിൽ ഇടപെടാനുള്ള ഇതില്ലെങ്കിലും വലിയ കുറേ ഓപ്പറേഷനും ഇതൊക്കെ എടുത്തിട്ട് എക്സിക്യൂട്ട് ചെയ്യലുണ്ട്. പിന്നെ US വരുന്നതിന് മുമ്പ് വിചാരിച്ചതാണ് ഇറ്റ്സ് ജസ്റ്റ് അനദർ പ്ലേസ് എന്നായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോൾ അങ്ങനെയല്ല, വേറൊരു സ്ഥലം എന്നുള്ള രീതിയിൽ ഇത് വേറെ ലെവൽ തന്നെയാണ്. US എന്ന് പറഞ്ഞാൽ US തന്നെയാണ്. അതിപ്പോൾ ഇവരെ സിസ്റ്റമായാലും ഇവരെന്തായാലും ഒരു A to Z കാര്യമായാലും US എന്ന് പറഞ്ഞാൽ US തന്നെയാണ്. ഇവിടെ വരുന്നവ അങ്ങനെയല്ല. ഇവിടെ വരുമ്പോൾ ഞാൻ വിചാരിച്ചെന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഇറ്റ്സ് ജസ്റ്റ് അനദർ പ്ലേസ്, വേറൊരു സ്ഥലം, അത്രേ ഉള്ളൂ. പക്ഷേ US എന്ന് പറഞ്ഞാൽ US തന്നെയാണ്. അതങ്ങനെയാണ്. വഴി തിരിച്ചു പോകുന്ന വഴി 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 സ്പ്രിങ് ആകുമ്പോൾ അത് അങ്ങനെ പൂക്കളൊക്കെ ഉണ്ടാവും. അതാണ് ഇവരെ ഒരു അടിപൊളിയാണ് ഇവർ. പിന്നെ ആൾക്കാർ എന്ന് പറഞ്ഞാൽ അടിപൊളി ആൾക്കാരാണ്. ആൾക്കാരിപ്പോൾ ഉദാഹരണത്തിന് ഇവിടുത്തെ ആൾക്കാർ നിങ്ങളെ സ്ട്രീറ്റിൽ ട്രീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, നിങ്ങളെ വീട്ടിൽ ഒരാളിപ്പോൾ അതിഥി വന്നാൽ നിങ്ങൾ ട്രീറ്റ് ചെയ്യില്ല, അതുപോലെയാണ് ആൾക്കാർ നിങ്ങളെ സ്ട്രീറ്റിൽ നിങ്ങളോട് പെരുമാറുക. ഇപ്പോൾ സ്ട്രീറ്റിൽ കാണുന്ന എല്ലാ ആൾക്കാരും നല്ല ആൾക്കാരൊന്നുമില്ല, പക്ഷെങ്കിൽ അവർ ട്രീറ്റ് ചെയ്യുന്ന ഒരു രീതി ഉണ്ടല്ലോ, ഒരു ട്രീറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നിങ്ങളുടെ നാട്ടിലിപ്പോൾ കവല ചട്ടമ്പീൻ്റെ വീട്ടിൽ പോയാൽ ഓൻ്റെ വീട്ടിൽ നല്ലോണം ട്രീറ്റ് ചെയ്യും. കാരണം അത് അവൻ്റെ വീടായതുകൊണ്ട്. ആര് വന്നാലും അതിഥിയായിട്ട് വന്നാൽ അവൻ നല്ലോണം ട്രീറ്റ് ചെയ്യും. പക്ഷേ അവൻ ഇപ്പോൾ അങ്ങാടിയിലേക്ക് ഇറങ്ങിയാലും അവൻ്റെ തനി സ്വഭാവം കാണിക്കും. അപ്പോൾ അത് ഞാൻ പറഞ്ഞത് തന്നെ, എല്ലാവരും നല്ല സ്വഭാവക്കാരെന്നല്ല, പക്ഷെങ്കിൽ ഒരു ട്രീറ്റ് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. അത് നിങ്ങൾക്ക് ഇവിടെ വന്നാലുള്ളൊരു വലിയൊരു കൾച്ചറൽ ഷോക്കായിരിക്കും. ഒരു കൾച്ചറൽ ഷോക്കായി ട്രീറ്റ് ചെയ്യുന്ന അടിപൊളിയാണ് ആൾക്കാർ. പിന്നെ അതുപോലെ തന്നെ ഇന്ത്യക്കാരെ ഭയങ്കര ഇതാണ്. ഇന്ത്യ എന്നുള്ള രാജ്യത്തിനൊന്നും വലിയ ഇതൊന്നുമില്ല. ഇപ്പോൾ ഈ ഒരു ഭൂമീൻ്റെ ഇപ്പുറത്തെ കോണെന്ന് നോക്കിയാൽ മനസ്സിൽ ഏഷ്യയൊക്കെ സങ്കല്പിക്കുന്നുണ്ട്. ഇന്ത്യ എന്നുള്ള രാജ്യമൊന്നും മനസ്സിൽ വരില്ല. നമ്മളെ മനസ്സിൽ വരികയാണ് ചൈനയൊക്കെ വരിക. കാരണം പോലാണ് ഏറ്റവും ശക്തി. അപ്പോൾ പക്ഷേ ഇന്ത്യക്കാരെ ഇപ്പോൾ ഒരു യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിക്കുകയാണെങ്കിൽ ഇന്ത്യക്കാരെ ഭയങ്കര വിലയാണ്. കറുത്ത മുടിയും റെഡിഷ് ബ്രൗൺ കളറൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെ ഭയങ്കര വിലയായിരിക്കും. കാരണം ഒന്നാമെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എല്ലാ സ്ട്രെയിറ്റ് അല്ലേ, ഓക്കെ, ഇവിടുത്തെ എല്ലാ ടെക് കമ്പനീസിൻ്റെ CEO ഇന്ത്യൻ. ഇപ്പോൾ ഉദാഹരണത്തിന് ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, ട്വിറ്റർ, IBM, അഡോബ് എന്നുള്ള തുടങ്ങിയ എല്ലാ വലിയ ടെക് കമ്പനീസിൻ്റെ CEOs ഇന്ത്യൻസ്. അതൊരു ട്രെൻഡ് തന്നെയാണ്. ഇപ്പോൾ ഉദാഹരണം അത് നിങ്ങൾക്ക് മനസ്സിലാണെന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഇപ്പോൾ ടാറ്റ സ്റ്റീൽ, ടാറ്റ, പിന്നെ റിലയൻസ് ഗ്രൂപ്പ്, ഇതിൻ്റെയൊക്കെ CEO ഇപ്പം നൈജീരിയയിൽ നിന്നോ ഇപ്പോൾ ആഫ്രിക്കൻ രാജ്യത്തു നിന്നൊക്കെ വന്നിട്ടുള്ള മൈഗ്രൻസ് ആയിട്ടുള്ള ആൾക്കാരാണെന്ന് വിചാരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതിലെന്തോ ഒരു കാര്യമില്ല, ഇന്ത്യക്കാരനായത് കൊണ്ട് എന്തെല്ലോ ഒരു ബീയിങ് ആൻ ഇന്ത്യൻ എന്തോ ഒരു സംഭവം ഉണ്ടില്ലേ, പിന്നെ ഉണ്ട് എന്ന് നമുക്ക് തോന്നൂലേ. അയ്യൊരിതുണ്ട്, അതുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇത് വരുന്നത്.
പിന്നെ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടത്തേക്ക് മൈഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഇന്ത്യൻസ്, അവിടെ ജനിച്ച് വളർന്നിട്ടുള്ള ഇന്ത്യൻസ് അല്ല, അതെല്ലാവർക്കും അറിയാം. അപ്പോൾ എല്ലാ ഇതും അപ്പോൾ അതുകൊണ്ട് ഇന്ത്യക്കാരെ ഭയങ്കര യൂണിവേഴ്സിറ്റിയിലൊക്കെ ഇന്ത്യക്കാരൊക്കെ ഭയങ്കര വിലയാണ്. എനിക്ക് തന്നെ പേഴ്സണലി കുറേ എക്സ്പീരിയൻസ് ഉണ്ട്. കുറേ എന്ന് പറഞ്ഞാൽ അതിൽ വേറൊരു വലിയൊരു എക്സ്പീരിയൻസ് ഉണ്ട്. ഇന്ത്യക്കാരനായതുകൊണ്ട് മാത്രം എന്നുള്ള രീതിയിൽ ഇന്ത്യക്കാരെ ഇവിടെ ഭയങ്കര ഇതാണ്. പക്ഷേ സ്ട്രീറ്റിലൊക്കെ ഇറങ്ങിയാൽ ഇന്ത്യക്കാരെ വില ഉണ്ടോയെന്ന് അറിയില്ല. പക്ഷേ യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിക്കുകയാണെങ്കിൽ ഇന്ത്യക്കാരെന്ന് പറഞ്ഞാൽ വില തന്നെയാണ്. പിന്നെ ഇന്ത്യ എന്നുള്ള രാജ്യത്തിന് വിലയൊന്നുമില്ല കേട്ടോ. ഇന്ത്യ എന്നുള്ള രാജ്യത്തിന് ഒരു വിലയില്ല, ഒരു പുല്ല് വിലയാണ്. ഏഷ്യയിൽ എന്ന് പറഞ്ഞാൽ ആകെ വിലയുള്ള രാജ്യം എന്ന് പറഞ്ഞാൽ ചൈനയാണ്. യുഎസിൻ്റെ ഏറ്റവും വലിയ ശത്രു ഇപ്പോൾ ചൈനയാണ്. അടുത്ത പ്രോജക്റ്റ് ചൈനയാണ്. ചൈന സ്ട്രെയിറ്റ് അല്ല. അപ്പോൾ അതാണ് ഇപ്പോൾ എത്രയും നിങ്ങൾ കണ്ടേൽ നിങ്ങൾക്കിപ്പോൾ ഒരു രസമല്ലേ ഇവിടെ? കാണാനൊക്കെ ഒരു രസമല്ലേ? വേറൊരു ഇന്ത്യൻ സിറ്റി പോലെയൊന്നുമല്ലല്ലോ. നിങ്ങളിപ്പോൾ കേരളത്തിൽ നിങ്ങൾ ആലോചിച്ചു, കേരളത്തിലൊരു സാധാരണ ഗ്രാമീണ ടൗണ് എന്ന് പറഞ്ഞാൽ എത്ര ക്രൗഡഡ് ആയിരിക്കും, എത്ര ആൾക്കാരുണ്ട്, എത്ര ട്രാഫിക് ഉണ്ടാവും, എത്ര മെസ്സി, ലൈക്ക് എത്ര ഒരു കച്ചറ പിടിച്ചതായിരിക്കും. പക്ഷെ ഇവിടെ കാണാൽ അതാണ് ആ ഒരു ഓർഡറിങ് കാര്യം. വൃത്തി എന്ന് പറഞ്ഞാൽ ഒരു സിറ്റിക്ക് എങ്ങനെയാണ് ഒരു വൃത്തി വേണ്ടതെന്നുള്ളത് യൂറോപ്പിലോ യുഎസിലൊക്കെ വന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത് ഇവിടുത്തെ ക്ലൈമറ്റ് കൊണ്ടോ അങ്ങനെയൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതല്ല, ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടാവും. ഒറ്റ ഇതാണ്. ഓക്കെ, നമ്മൾ കറക്റ്റ് വഴിയിലാണ്. ഇവരൊക്കെ കണ്ടോ? ഇവരൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. ഇതിൻ്റെ ഭാഗമായിട്ടുള്ളപ്പോൾ ഒരു ചെടി വെട്ടുക, സൈഡിലുള്ള ചെടി വെട്ടുക, പുല്ല് വെട്ടുക, ഇതിനൊക്കെ ആൾക്കാരുണ്ട്. 2 ആഴ്ച അല്ല ഒരാഴ്ച കൂടുമ്പോഴൊക്കെ നിർബന്ധമായിട്ട് ഇവർ വന്നിട്ട് വെട്ടും. അതുകൊണ്ടാണ് ഇത് നിന്ന് പോകുന്നത്, മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് മാത്രമാണ്. പിന്നെ സ്ട്രീറ്റ് ഇതൊക്കെ കണ്ടില്ലേ? ഇതൊക്കെ ഒരു ഇന്ത്യൻ, ഇതുപോലെ ക്യാപിറ്റലാണ്. സാധാ ഏതെങ്കിലും ഒരു സിറ്റി ഒന്നല്ല, ഇതുപോലെ ക്യാപിറ്റലാണ്, യുഎസിൻ്റെ ക്യാപിറ്റലാണ്. സാധാ ഏതെങ്കിലും ടൗണൊന്നല്ലത്. പക്ഷെ ഇവിടുത്തെ ഒരു ഇത് കണ്ടില്ലേ? ഒരു നിലത്തൊക്കെ നോക്ക്, നിലത്തൊക്കെ എത്ര വൃത്തിയുണ്ട്. അതൊക്കെ ഒന്നാമത് ഇവിടുത്തെ സിവിക് സെൻസ് ഉണ്ട്. ആൾക്കാർ തുപ്പലില്ല, എന്തേ സാധനം ഇടലില്ല. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ആൾക്കാരുണ്ട്. കുറച്ച് തണുപ്പുണ്ട്. ഇപ്പോൾ എത്ര ഡിഗ്രി അറിയാം എനിക്ക്? ഇപ്പോൾ ഡിഗ്രി എന്ന് പറഞ്ഞാൽ വെതർ ആപ്പ് എവിടെ? വെതർ ബാംഗ്ലൂർ 25 ഡിഗ്രി, കോഴിക്കോട് 30 ഡിഗ്രി, വാഷിങ്ടൺ 3 ഡിഗ്രി, വാഷിങ്ടൺ 13 ഡിഗ്രി. ഓക്കെ, പക്ഷെ എന്നാലും നല്ല ഇതുണ്ട്, കുറച്ച് തണുപ്പുണ്ട്. പക്ഷേ കാറ്റടിച്ചാലാണ് ഏറ്റവും വലിയ തണുപ്പ് ഫീൽ ചെയ്യുക ഭയങ്കരമായിട്ട്. നമ്മൾ പോകുന്ന വഴി കറക്റ്റ് തന്നെയാണ്. പിന്നെ ഇവിടുത്തെ ബിൽഡിംഗ് ഒക്കെ ഉണ്ടല്ലോ, ബിൽഡിംഗ് ഒക്കെ എന്ന് പറഞ്ഞാൽ തോന്നിയ പോലെ ഒന്നും ഇവിടെ ഉണ്ടാക്കാൻ പറ്റൂല. നിങ്ങൾക്കിപ്പോൾ പൈസ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് തോന്നിയ പോലെ ഒന്നും ഉണ്ടാക്കാനാവില്ല. മറ്റേ മമ്മൂട്ടിൻ്റെ ഒരു സിനിമയിൽ അഴകിയ രാവണാന്ന് തോന്നുന്നു, അതിൽ പിന്നെ ഈ മറ്റേ ശ്രീനിവാസൻ പറയും പെയിൻ്റ് അടിക്കാൻ വന്നവനോട് ഇവിടെ ഫുള്ള് ചോപ്പ് പെയിൻ്റ് അടിച്ച് വെക്കുന്നത്. അപ്പോൾ തിരിച്ച് ചോദിക്കും, എനിക്ക് അടിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല, പക്ഷെങ്കിൽ ഇതാരാ അടിച്ചതെന്ന് ചോദിക്കുമെന്നറിയും. ട്രാഫിക്
അപ്പോൾ അതുപോലെ ആ തോന്നിയ പോലെയൊന്നും നിങ്ങൾക്ക് ബിൽഡിംഗ് ഉണ്ടാക്കാൻ പറ്റില്ല. ഈവൻ കളറ് പോലും ഇപ്പോൾ ഇവിടെ എങ്ങനെ കണ്ടില്ലേ നിങ്ങൾക്ക് കളറ്, ബിൽഡിങ്ങിൻ്റെ ഒക്കെ കളറ് കണ്ടില്ലേ, അത് നിങ്ങൾക്ക് തോന്നിയ പോലെ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. ഇവിടെ അതിന് കൃത്യമായിട്ടുള്ള റൂൾസും ഉണ്ട്, റെഗുലേഷൻസും ഉണ്ട്. എന്നാലും നിങ്ങൾക്ക് പെർമിറ്റും കിട്ടും, എല്ലാം കിട്ടും. അപ്പോൾ അതൊക്കെ കൂടി ഇങ്ങനൊരു എന്താ പറയുക, സിറ്റിക്കൊരു സൗന്ദര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ ആരെയും കൺട്രോൾ ചെയ്യാം. സിറ്റി പ്ലാനിങ് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്, അത് നമ്മുടെ നാട്ടിലില്ല. ഒരു സിറ്റി പ്ലാനിങ് എന്ന് പറഞ്ഞാൽ അതിന് ഒരു സിറ്റി ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ള റെഗുലേഷൻസൊക്കെ കൊടുക്കണം. ഇതിപ്പോൾ സ്റ്റാർബക്സ്, ഇത് കാണുമ്പോൾ കുറച്ച് അഭിമാനമുണ്ട്. കാരണം എന്താ പറയുക, ഇത് ഇന്ത്യൻ കമ്പനിയാണ്, ടാറ്റേൻ്റെ കമ്പനിയാണ്, ലോകത്ത് മുഴുവനുണ്ട്. പോരാത്തതിന് ഇവിടുത്തെ, ഞാൻ എല്ലാവരും കണ്ടു, ഇവിടുത്തെ ഒരു പ്രീമിയർ സാധനം എന്നുള്ള സാധനമാണ്. ഇവിടുത്തെ ആപ്പോ പരിപാടി ഒന്നുമല്ല. ഇത് സ്റ്റാർബക്സിൻ്റെ ഒരു കോഫിയോ അല്ലെങ്കിൽ കുടിക്കാൻ, ഒരു ഐഫോണൊക്കെ വാങ്ങുക, ഐഫോണൊക്കെ അങ്ങനെ ഉണ്ടല്ലോ, അതുപോലത്തെ ഒരു പ്രീമിയർ പരിപാടിയാണ്. അത് ഇവിടെ എല്ലാ യൂറോപ്പിലും US-ലൊക്കെ അത്രയും വില അങ്ങനെ എന്താ പറയുക മാർക്കറ്റിങ്ങും ഒക്കെ ചെയ്തിട്ട് അടിപൊളിയാക്കി എടുത്തിരിക്കുക ബ്രാൻഡിനെ. സ്റ്റാർബക്സ് എല്ലാവരും വിചാരിക്കുക എന്തോ US ബ്രാൻഡോ, ഇന്ത്യൻ ബ്രാൻഡാണ്, ടാറ്റേൻ്റെ ബ്രാൻഡാണ്. അത് ഇവിടുത്തെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഇതാണ് സ്റ്റാർബക്സ് എന്ന് പറഞ്ഞാൽ. വേറെ തന്നെ ഒരു സംഭവം തന്നെയാണ്. ഇവിടെ അങ്ങനത്തെ ഒരു ബ്രാൻഡ് ഞാൻ വേറെ കണ്ടിട്ടില്ല, സ്റ്റാർബക്സ്. പിന്നെ ഇവിടെയൊക്കെ പറഞ്ഞാൽ ഇതാ സിഗ്നലുണ്ട്, എല്ലാ ക്രോസിങ്ങിനും സിഗ്നലുണ്ട്. അത് ആൾക്കാർക്ക് പോകാനാണെങ്കിൽ അത് കൃത്യമായിട്ടുള്ള, നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്യൊന്നും വേണ്ട, കുറച്ച് നേരം നിന്നാൽ ആൾക്കാർക്ക് പോകാനാണെങ്കിൽ സിഗ്നൽ ഉണ്ടാവും. എല്ലാ സ്ഥലത്തും സിഗ്നലുണ്ട്. ബാംഗ്ലൂരൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു റോഡൊക്കെ മുറിച്ച് കിടക്കാന്ന് പറഞ്ഞാൽ അതൊരു സാഹസം തന്നെയാണ്. പിന്നെ ഇവിടെ ഇങ്ങനത്തെ ഇതൊക്കെ ഉള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ സ്കേറ്റിംഗ് ബോർഡ് അല്ലെങ്കിൽ അങ്ങനത്തെ ഓരോന്നൊക്കെ ഉള്ള ഇങ്ങനെ കാണാം, കുട്ടികളൊക്കെ കാണാം ഇങ്ങനെ ഇതൊക്കെ എടുത്തിട്ട് ഓടിക്കുന്ന ആൾക്കാരൊക്കെ. അടിപൊളിയല്ലേ? ഇതിപ്പെന്താ, അർജന്റീന അല്ലല്ലോ. ഓക്കെ, ഇത് ഉറുഗ്വായിൻ്റെ എംബസി എന്ന് തോന്നുന്നു. ഉറുഗ്വായിൻ്റെ ഫ്ലാഗ് അയക്കുന്നവർ. പിന്നെ ഇവിടെ മുടി വെട്ടാനൊക്കെ ഭയങ്കര പൈസ കേട്ടോ. മുടി വെട്ടാൻ $35 മിനിമം. $35 എന്ന് പറഞ്ഞാൽ $1 എന്ന് പറഞ്ഞാൽ 75 റുപ്യാണ്. അപ്പോൾ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്ക് എത്ര ഉണ്ടാവും. 35ൻ്റെ 75%, അതായത് 17 പ്ലസ് അതിൻ്റെ പകുതി. 17 പ്ലസ് അതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 3000 റുപ്യേൻ്റെ അടുത്തുണ്ടാവും ഒരു മുടി വെട്ടാൻ. പോകുന്ന വഴി കറക്റ്റ് തന്നെയാണ്. ഓക്കെ, സിഗ്നൽ എന്തായി. കൃത്യമായിട്ടുള്ള സിഗ്നൽ ഇതൊക്കെ ഉള്ളതുകൊണ്ട് പറഞ്ഞാൽ അടിപൊളിയാണ്. ഒരു എന്താ പറയുക, നടക്കുന്നവനോ കാർ ഓടിക്കുന്നവനോ ഒന്നും ഒരു ബുദ്ധിമുട്ടില്ല. അത് ബാങ്ക് ഓഫ് അമേരിക്ക.
ഇത് ഇവിടെ ഇപ്പോൾ ഒരു കോമൺ ട്രെൻഡായിട്ടുള്ള സാധനമാണ് ഈ സാധനം. ഇത് ബാംഗ്ലൂർ യുലു എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റാർട്ടപ്പ് ഉണ്ടായിരുന്നു. അത് പക്ഷേ ഇരുന്ന് ഓടിക്കുന്നതാണ് ഇതേ സംഭവം തന്നെ, പക്ഷെങ്കിൽ ഇത് നിന്ന് ഓടിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചില ആൾക്കാർക്ക് ഓടിക്കുന്നതാണ്. ഇത് വാങ്ങാനും കിട്ടും, ഈ സാധനം വാങ്ങാനും കിട്ടും. ഇത് ഇലക്ട്രിക്കാണ്. ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഏതൊരു കമ്പനീൻ്റെ ആണ്. നമുക്ക് ആപ്പ് ഉണ്ടെങ്കിൽ അൺലോക്ക് ചെയ്യുക. ബാംഗ്ലൂർ ഉണ്ട് ഇത്, ഈ സാധനം യുലു എന്ന് പറഞ്ഞിട്ടുള്ള സാധനമാണ്. ബാംഗ്ലൂർ മാത്രമേ ഉള്ളൂ. ഇലക്ട്രിക് ആയിട്ടുള്ള സാധനമാണ്. അത് അൺലോക്ക് ചെയ്യുക, ഓടിക്കുക. ചെറിയൊരു ചാർജ് ഉണ്ടാവും. പക്ഷേ ഇത് ഈ സാധനം വാങ്ങാനും കിട്ടും. ഇപ്പോൾ ഇത് കുറേ ആൾക്കാർ ഇത് വാങ്ങിയിട്ട് ഓടിക്കുന്നതാണ്. ഇപ്പോൾ എൻ്റെ ഓടിയുള്ളൊരു ചങ്ങായിണ്ട്, ഓനത് $100 സെക്കൻഡ് ഹാൻഡ് കിട്ടി. ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിൽ $100 എന്ന് പറഞ്ഞാൽ 7500 രൂപയ്ക്ക്. ചാർജ് ചെയ്താൽ മതി, അടിപൊളിയായിട്ട് ഓടിക്കാം, നിന്നിട്ട് ഓടിക്കാം. അടിപൊളി സംഭവം. ഇവിടെ എല്ലാവരും അത് കോമൺ ആയിട്ടുള്ള സാധനം. അതിപ്പോൾ കോമൺ സാധനം, എല്ലാവരും എടുത്ത് പോകുന്ന സാധനമാണ്. പിന്നെ ഓക്കെ, അപ്പോൾ എൻ്റെ സ്ഥലത്താനായി. പിന്നെ ഇവിടെ മെട്രോ ഉണ്ട്. മെട്രോ DC-യിലെ മെട്രോ എന്ന് പറഞ്ഞാൽ ഈ ഇതാണ് ഫോഗി ബോട്ടം മെട്രോ എന്ന് പറയാം. അല്ല, ഇവിടുത്തെ സ്റ്റേഷൻ്റെ പേരാണ്. പക്ഷേ ഇവിടെ മെട്രോ എല്ലാം അണ്ടർഗ്രൗണ്ടാണ്. എല്ലാം അണ്ടർഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാം അണ്ടർഗ്രൗണ്ട്, ഒറ്റയൊന്നും മേലെ കൂടെ ഇല്ല. അപ്പോൾ അത് കുറേ ഉപകാരമുണ്ട്. വേണ്ടാണ്ട് എന്താ പറയുക, കൊമേഴ്ഷ്യൽ സ്ഥലങ്ങൾ കുറേ പോവില്ല. പിന്നെ ഒച്ചയില്ല, ബഹളമില്ല, എല്ലാം അടിയിൽ കൂടെ അങ്ങ് നടക്കും. പിന്നെ അത് തന്നെ ഫുള്ളെല്ലാം അണ്ടർഗ്രൗണ്ട്. ഇത് മെട്രോ എന്ന് പറഞ്ഞാൽ ചെറിയ ബാംഗ്ലൂർ മെട്രോ അല്ല, അതിനേക്കാളൊക്കെ കുറച്ചുകൂടി നല്ലോണം ഏരിയ കവർ ചെയ്യുന്ന മെട്രോ ആണ്. പിന്നെ വേറെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇവിടെ എല്ലാ രാജ്യക്കാരുണ്ട്, എല്ലാ റേസും ഉണ്ട് ഇവിടെ. ഇന്ത്യൻസ് ഉണ്ട്, ചൈനീസ് ഉണ്ട്, കൊറിയൻസ് ഉണ്ട്, സ്പാനിഷ് ഉണ്ട്, ലാറ്റീനോ ഉണ്ട്, എല്ലാവരും ഉണ്ട് ഇവിടെ. പിന്നെ അവർ ഒരു എന്താണ് അതൊരു രസമാണ്. അതൊരു മൾട്ടി കൾച്ചറൽ കാര്യം പറഞ്ഞാൽ അതൊരു രസം തന്നെയാണ്. പിന്നെ അതാണ് ഞാൻ പറഞ്ഞില്ല, ഈ സാധനം ചങ്ങ എടുത്ത് പോകുന്നില്ല. അതാണ് ഇപ്പോൾ ഇവിടെ ട്രെൻഡിങ് ആയിട്ടുള്ള. അത് നിന്ന് ഓടിക്കുന്നതുകൊണ്ട് എന്തോ ഒരു ഗുണമുണ്ട്. ഇരുന്ന് ഓടിക്കുന്നതിനേക്കാളും നിന്ന് ഓടിക്കുമ്പോൾ കുറച്ചുകൂടി ഒരു സൗകര്യം തോന്നുന്നത്. അതുകൊണ്ടായിരിക്കും നിന്ന് ഓടിക്കുന്നത്. ബാംഗ്ലൂർ ഇതേ സാധനം ഇരുന്ന് ഓടിക്കുന്നത്, യുലു എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റാർട്ടപ്പ്. ഞാൻ എൻ്റെ സ്ഥലം എത്തി. ഇന്നിപ്പോൾ ഇവിടെ ഉച്ചയാണ്. ഏപ്രിൽ 1, 2022. സമയം ഇപ്പോൾ സമയം കാണുന്നില്ല. ഓക്കെ, എന്നെ കാണുന്നു. സമയം ഓക്കെ, സമയം ഇപ്പോൾ 1:30, ഫ്രൈഡേ, ഏപ്രിൽ 1-ാം തീയതി, മാർച്ച് മാസം. ഏപ്രിൽ 1-ാം തീയതി 2022. പക്ഷേ ഇന്ത്യയിൽ രാത്രി 11 മണി ആയി. ഇത്രയും വ്യത്യാസമുണ്ട്. വേറെ ഇപ്പം എന്താ, വേറെ കാര്യമായിട്ട് വേറെ ഇപ്പം കാര്യമായിട്ട് പറയാനൊന്നും തന്നെ ഉള്ളൂ. അപ്പോൾ എന്നാൽ ശരി, വേറെ എന്തെങ്കിലും വീഡിയോ, എന്തെങ്കിലും ട്രാവൽ ബ്ലോഗ് പോലത്തെ അല്ലെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ പറയാം. ഓക്കെ, എന്നാൽ ശരി.